മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കണ്ടകശനി കൊണ്ടേ പോകൂ. പൂഞ്ഞാറും ഗോപി, കാഞ്ഞിരപ്പള്ളിയും ഗോപി, ഒടുവിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ഗോപി. കാരണം പി സി ജോർജ് ആണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നുള്ളത്. സുരേന്ദ്രൻ പി സി ജോർജുമായിട്ടുള്ള ബന്ധത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. അത് മെയിനായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ തന്നെ പൂഞ്ഞാറിലുമായിരുന്നു. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും കെ സുരേന്ദ്രന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവിടെ നിന്ന് ലഭിക്കാൻ കാരണമായിട്ടുള്ളത്. തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ടയും NDA പ്രതീക്ഷിച്ചിരുന്നു, യാതൊരു സംശയം വേണ്ട. ശബരിമല വിഷയത്തിൽ കെ സുരേന്ദ്രൻ അവിടെ വോട്ട് പിടിക്കുമെന്നുള്ളത് ആരായാലും ഒന്ന് വിശ്വസിച്ചിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. അതിലൂടെ നേട്ടം കൊയ്യാൻ കെ സുരേന്ദ്രന് സാധിക്കും എന്നുള്ളതായിരുന്നു സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ കൂട്ടാളികളുടെയും വിശ്വാസം. എന്നാൽ പി സി ജോർജിന്റെ കടന്നുവരൽ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതുപോലെ പി സി ജോർജിന്റെ കൂട്ടുകെട്ട് കെ സുരേന്ദ്രനെ ആകപ്പാടെ തളർത്തി എന്ന് വേണം പറയാൻ. അവർ പ്രതീക്ഷിച്ചിരുന്ന വോട്ട് പോലും പി സി ജോർജിന്റെ കൂട്ടുകെട്ടിലൂടെ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും നഷ്ടപ്പെട്ടു എന്നാണ് കെ സുരേന്ദ്രന്റെയും സംഘത്തിന്റെയും വിലയിരുത്തൽ. ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. LDFും UDFും ഒരേപോലെ പുറത്താക്കിയ പി സി ജോർജ് അവസാനം NDAയുടെ ഭാഗമാകാൻ ശ്രമിച്ചപ്പോൾ NDAക്ക് ലഭിച്ചത് 8ന്റെ പണി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. പി സി ജോർജിന് ചിലരുടെ ശാപമുണ്ട്, ആ ശാപമൊക്കെ കെ സുരേന്ദ്രനിലേക്ക് പോയി എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, പി സി ജോർജ് ആവട്ടെ കെ സുരേന്ദ്രന്റെ കൂടെയുള്ള ഒരു ന്യൂനപക്ഷ മോർച്ച നേതാവിനെയാണ് കുറ്റപ്പെടുത്തുന്നുള്ളത്. ന്യൂനപക്ഷ മോർച്ച നേതാവ് അവിടെ ആന്റണിക്ക് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ മുന്നോട്ട് വന്നു എന്നാണ് പി സി ജോർജ് പറയുന്നുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കെ സുരേന്ദ്രനും പി സി ജോർജും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്, വാക്പോരാട്ടം നടക്കുകയാണ്. എന്തായാലും ഈ വാക്പോരാട്ടം അവസാനം തെരുവ് യുദ്ധമാവാതിരുന്നാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.